Hi all, welcome back. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യൻ്റെ ബേസിക്സ് കണ്ടു. എന്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ, എന്തിനാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ പഠിക്കുന്നത്, എങ്ങനെയാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറച്ച് ബേസിക് ഷേപ്സിന് കാൽക്കുലേറ്റ് ചെയ്യുക, പാരലൽ ആക്സിസ് തിയറം, ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി ഈ ബേസിക്സ് വെച്ച് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പോവാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ടി സെക്ഷൻ about its centroidal axis in horizontal and vertical directions. സോ ഒരു ടി സെക്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡയമെൻഷൻ എല്ലാം തന്നിട്ടുണ്ട്. ഇനി ഈ ടി സെക്ഷൻ്റെ ഹൊറിസോണ്ടൽ സെൻട്രോയിഡൽ ആക്സിസിലും വെർട്ടിക്കൽ സെൻട്രോയിഡൽ ആക്സിസിലുമുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുക. നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ടി സെക്ഷൻ അല്ലെങ്കിൽ ഐ സെക്ഷൻ്റെ ഒക്കെ മൊമെന്റ് ഓഫ് ഇനേഷ്യ വെർട്ടിക്കലും ഹൊറിസോണ്ടലും സെൻട്രോയിഡൽ ആക്സിസിലും കണ്ടുപിടിക്കുക. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയും. അതിനുശേഷം ഇതൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ്. നമ്മൾ ചിലപ്പോൾ ആൻസർ പേപ്പറിൽ എഴുതുന്ന രീതിയിലായിരിക്കില്ല, കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കും. അതിനുശേഷം അടുത്ത പ്രോബ്ലംസ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. സോ സെൻട്രോയിഡൽ ആക്സിസിലാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ, അല്ലേ? സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സെൻട്രോയിഡ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഒരു ടി സെക്ഷൻ ആണ്, നമുക്ക് സെൻട്രോയിഡ് എവിടെയാണെന്ന് അറിയില്ല. സോ സെൻട്രോയിഡൽ ആക്സിസിലും മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ സെൻട്രോയിഡ് എവിടെയാണെന്ന് ആദ്യം ലൊക്കേറ്റ് ചെയ്യണം. സോ കഴിഞ്ഞ 2-3 ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് മുഴുവൻ അതായിരുന്നു. ഒരു ഐ സെക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു ടി സെക്ഷൻ്റെ ഒക്കെ സെൻട്രോയിഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അന്നേ ഞാൻ പറഞ്ഞു നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സെൻട്രോയിഡ് കാൽക്കുലേഷൻ ആണെന്ന്. സോ ദ സ്റ്റെപ്പ് 1 ഈസ് കാൽക്കുലേറ്റ് സെൻട്രോയിഡ്. നിങ്ങൾക്ക് ഒരു ടി സെക്ഷൻ ഉണ്ട്, ടി സെക്ഷൻ്റെ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ സെയിം പ്രൊസീജിയർ, ഒരു റെഫറൻസ് സെലക്ട് ചെയ്യുക. ഞാൻ ഈ റെഫറൻസ് ഈ ബോട്ടമാണ് സെലക്ട് ചെയ്യുന്നത്. ലെഫ്റ്റിൽ ഈ ടി സെക്ഷൻ്റെ ഫ്ലേഞ്ചിന്റെ ഇങ്ങേയറ്റവും ബോട്ടത്തിൽ നിന്ന് മീൻസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ബോട്ടം ആണ് സെലക്ട് ചെയ്യുന്നത്. 2 സെക്ഷൻ ഉണ്ടാവും, 1, 2 ഇങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം സിമെട്രി ചെക്ക് ചെയ്യല്ല വേണ്ടേ. സോ ഇതിൽ എക്സ് ആക്സിസിൽ സിമെട്രി ഇല്ല, വൈ ആക്സിസിൽ സിമെട്രി ഉണ്ട്. വൈ ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ 2 സൈഡിലും സിമെട്രി ഉണ്ട്. സോ സെക്ഷൻ ഈസ് സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ്. എൻ്റെ റെഫറൻസ് ഇതായതുകൊണ്ട് എക്സ് ബാർ ഇസ് ലൊക്കേറ്റഡ് 10/2 5 സെന്റിമീറ്റർ. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ ഒരുപാട് ക്വസ്റ്റിനും അസൈൻമെന്റ് ഒക്കെ ചെയ്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ സെൻട്രോയിഡ് ജസ്റ്റ് കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് പോവാം. സോ 10/2 5 സെന്റിമീറ്റർ ആണെന്ന് എനിക്ക് കിട്ടി, സിമെട്രിക് ആയതുകൊണ്ട്. സോ വൈ ആക്സിസിൽ സിമെട്രിക് അല്ല. സോ നമുക്ക് A1 Y1 + A2 Y2 എന്ന് വെച്ച് കണ്ടുപിടിക്കണം. സോ അതിന് നമുക്ക് ടേബിൾ വരയ്ക്കണം. സോ ഞാൻ ആ ടേബിൾ വരച്ചു. ടേബിളിൽ വാല്യൂസ് ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. സോ സെക്ഷൻ 1 10/2 അതാണ് ഏരിയ, നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് വൈസ് ഡിസ്റ്റൻസ്. വൈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ബേസ് ഇതാണ്. ആ ബേസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ്? 10 - 2/2 ദാറ്റ് ഈസ് 9. യു ഗോട്ട് AY. നെക്സ്റ്റ് അതുപോലെ രണ്ടാമത്തെ സെക്ഷൻ്റെ കണ്ടുപിടിച്ചു. ടോട്ടൽ AY എടുത്തു, ടോട്ടൽ ഏരിയ എടുത്തു. Now what is y bar? A1 Y1 + A2 Y2 divided by A1 + A2, അല്ലേ? So you will get the answer as 6.78 from bottom. So ബോട്ടത്തിൽ നിന്ന് 6.78 സെന്റിമീറ്റർ മുകളിലാണ് y bar. നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് സെൻട്രോയിഡൽ ആക്സിസിൽ നിന്നാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ 2 ഡയറക്ഷനിലും കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് നമ്മൾ അതിന്റെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്തു. ഇനി സെൻട്രോയിഡ് നമുക്കൊന്ന് വരച്ചു നോക്കാം. സോ ആക്സിസ് വരയ്ക്കണം, അല്ലേ? എക്സ് ആക്സിസും വൈ ആക്സിസും സെൻട്രോയിഡൽ ആക്സിസ് വരയ്ക്കണം. സോ നമ്മുടെ വൈ ആക്സിസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് എൻഡിൽ നിന്ന് 5 സെന്റിമീറ്റർ മാറിയിട്ട് വൈ ആണ് നമ്മുടെ വെർട്ടിക്കൽ സെൻട്രോയിഡൽ ആക്സിസ്. ഈ ആക്സിസ് ആണ് സിമെട്രിക്, അല്ലേ? ഇനി എക്സ് ആക്സിസ് എന്ന് പറയുന്നത് വൈ ബാർ, അതായത് ബോട്ടത്തിൽ നിന്ന് 6.78 സെന്റിമീറ്റർ മുകളിൽ. സോ 6.78 സെന്റിമീറ്റർ താഴെ നിന്ന് മുകളിലാണ് നമ്മുടെ എക്സ് ആക്സിസ് ഉള്ളത്. ഇത് രണ്ടുമാണ് നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസ്. സോ നമുക്ക് എക്സ് ആക്സിസിൽ എബൌട്ട് ആയിട്ട് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. വൈ ആക്സിസിന് എബൌട്ട് ആയിട്ട് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് എബൌട്ട് എക്സ് ആക്സിസ് എങ്ങനെയാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ നോക്കാം. സോ ഇതിൽ നമ്മൾ പാരലൽ ആക്സിസ് തിയറം കണ്ടുപിടിക്കുന്നു. സോ നമുക്കറിയാം, ഒരു റെക്ടാങ്കിൾ ആയിരുന്നെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം ഇതിന്റെ സെൻട്രോയിഡിൽ. ഈ റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇതിന്റെ സെൻട്രോയിഡിൽ അറിയാം. പക്ഷെ ഇങ്ങനെ ഒരു കോമ്പാക്ട് സെക്ഷൻ വന്നാൽ നമുക്ക് അതിന്റെ സെൻട്രോയിഡ് അറിയത്തില്ല. സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ 2 സെക്ഷനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിന്റെ സെൻട്രോയിഡിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം. സെൻട്രോയിഡിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അറിഞ്ഞാൽ ഈ സെക്ഷനിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കണ്ടുപിടിച്ചൂടെ? അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പാരലൽ ആക്സിസ് തിയറം ഉപയോഗിക്കാം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ, സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് IXX ആണ്. സോ നമ്മുടെ CG ഒക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം XX ആക്സിസ് മാത്രം എടുക്കുന്നു. സോ IXX എന്ന് പറഞ്ഞാൽ I1XX + I2XX. ഞാൻ I1 I2 എന്ന് ഉദ്ദേശിക്കുന്നത്
ഈ ഫസ്റ്റ് സെക്ഷൻ അല്ലേ, ഈ സെക്ഷൻ അതൊരു റെക്റ്റാങ്കിൾ ആണല്ലേ, ആ റെക്റ്റാങ്കിളിന്റെ ഈ സെൻട്രോയിഡിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഈ റെക്റ്റാങ്കുലർ സെക്ഷന്റെ സെൻട്രോയിഡിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് I1xx. I2xx എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ റെക്റ്റാങ്കിൾ, അതായത് നമ്മുടെ വെബിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് xx. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ടി സെക്ഷന്റെ എബൌട്ട് xx ആണ്. സോ അതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ മേലത്തെ റെക്റ്റാങ്കുലർ സെക്ഷൻ അല്ലേ, ആ മേലത്തെ റെക്റ്റാങ്കുലർ സെക്ഷൻ xx ആക്സിൽ എത്ര മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണുള്ളത്. രണ്ടാമത് കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ചെറിയ വെബിന് xx ആക്സിൽ എത്രയാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ, എന്നിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്യും. ഓക്കെ, ഇതെങ്ങനെയാണ് I1xx I2xx കണ്ടുപിടിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഞാൻ I1xx കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ സെക്ഷൻ എടുത്തു. സോ ഇതാണ് നമ്മുടെ കേസ് അല്ലേ. സോ നമുക്കൊരു ഏരിയ ഉണ്ട് സെക്ഷൻ 1. ആ സെക്ഷൻ 1 10 സെന്റിമീറ്റർ വീതി, 2 സെന്റിമീറ്റർ തിക്നെസ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് 3.22 സെന്റിമീറ്റർ ഫ്രം ദി സെൻട്രോയിഡ്. സോ സെൻട്രോയിഡ് നമ്മൾ നേരത്തെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 10 ആണ്. 10 - 6.78 3.28 ആണ്. സോ ഇതാണ് കേസ്. സോ എനിക്ക് ഈ റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ഈ ആക്സിസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ഈ ആക്സിസ് കണ്ടുപിടിക്കണം. സോ അതാണ് I1xx. I1xx എന്ന് പറഞ്ഞാൽ ഈ റെക്ടാങ്കുലർ സെക്ഷൻ 1ന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് xx ആക്സിസ്. സോ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് നമ്മൾ എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കി. നമ്മൾ പാരലൽ ആക്സിസ് തിയറത്തിന്റെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട് അല്ലേ. നമുക്കൊരു പ്ലെയിൻ ഏരിയ ഉണ്ട്. ആ പ്ലെയിൻ ഏരിയന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് അറിയാമെങ്കിൽ, ആ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ ആ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ഇതൊരു റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. ആ റെക്ടാങ്കുലർ സെൻട്രോയിഡ് എവിടെയായിരിക്കും? ഈ 2ന്റെ കൃത്യം പകുതിക്ക്. സോ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു സെൻട്രോയിഡൽ ആക്സിസ് ഇവിടെ ഇല്ലേ? സോ ഈ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു സെൻട്രോയിഡൽ ആക്സിസ് ഇല്ലേ? സോ ഇത് സെൻട്രോയിഡൽ ആക്സിസ് ഓഫ് ഈ സെക്ഷൻ അലോൺ. നമ്മുടെ ടോട്ടൽ സെക്ഷന്റെ സെൻട്രോയിഡ് ആണ് xx. പക്ഷേ ഈ സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ ചെറിയ റെക്ടാങ്കിളിന്റെ മാത്രം സെൻട്രോയിഡൽ ആക്സിസ് ആണ് ഞാൻ ഈ നീല കളറിൽ വരച്ചിരിക്കുന്നത്. സോ ഈ ആക്സിസ് അറിയാം, ഇതൊരു റെക്ടാങ്കിൾ ആണെന്നറിയാം. ഈ റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് അറിയാം, b × d³/12. സോ അതറിയാമെങ്കിൽ, ഈ ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ നമുക്ക് ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അത് നമ്മൾ എന്താ ഉപയോഗിക്കുക? പാരലൽ ആക്സിസ് തിയറം. സോ പാരലൽ ആക്സിസ് തിയറം എന്താ പറയുക? സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് റെക്ടാങ്കുലർ സെക്ഷൻ about this axis. So xx എന്ന് പറഞ്ഞുള്ള ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? സെൻട്രോയിഡൽ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ പ്ലസ് ഏരിയ ഓഫ് ദി സെക്ഷൻ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ടു ആക്സിസ്. സോ ഈ സെൻട്രോയിഡൽ ആക്സിസും ആക്ച്വൽ സെൻട്രോയിഡൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, അതാണ് h1. സോ മനസ്സിലായല്ലോ, ഇതാണ് പാരലൽ ആക്സിസ് തിയറം. നമുക്ക് അറിയാവുന്നത് ഈ റെക്ടാങ്കിളിന്റെ മാത്രം മൊമെന്റ് ഓഫ് ഇനേഷ്യ അറിയാം സെൻട്രോയിഡൽ ആക്സിസിൽ കൂടെ. നമുക്ക് വേണ്ടത് പക്ഷേ ഈ റെക്ടാങ്കിൾ ഈ ടോട്ടൽ ടി സെക്ഷന്റെ സെൻട്രോയിഡിൽ എത്ര മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാക്കുന്ന. സോ അതിന് നമ്മൾ പാരലൽ ആക്സിസ് തിയറം ഉപയോഗിക്കുന്നു. സോ പാരലൽ ആക്സിസ് എന്ന് വെച്ചാൽ സെൻട്രോയിഡിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ആ ഇക്വേഷൻ ആണ് I1xx = I1 + A1h1². ഇതിൽ I1 എന്ന് വെച്ചാൽ ഈ റെക്ടാങ്കുലർ സെക്ഷന്റെ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന സെൻട്രോയിഡൽ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, സോ അതെങ്ങനെ കണ്ടുപിടിക്കുക? റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ ഇക്വേഷൻ പഠിച്ചതല്ലേ. I1 = b × d³/12. സോ b എന്ന് വെച്ചാൽ 10, d എന്ന് വെച്ചാൽ 2. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് b d³/12. യു ഗെറ്റ് 6.67 cm⁴. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ യൂണിറ്റ് ആണ് cm⁴. ഇവിടെ നിങ്ങൾക്കറിയാം മീറ്റർ × m³. സോ മീറ്റർ × m³, ലെങ്ത് ⁴ അല്ലേ. സോ ഇവിടെ നമ്മുടെ യൂണിറ്റ് സെന്റിമീറ്റർ ആണ്. So b in centimeter, d³ in centimeter, you get cm⁴. So b d³/12. So ഈ റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡൽ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ നിങ്ങൾക്ക് കിട്ടി 6.67 cm⁴. ഇനി നമുക്ക് എന്താ വേണ്ടത്? A1h1² വേണം അല്ലേ. സോ A1 എന്താ? ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ. ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ എന്താ? 10 × 2 അല്ലേ. സോ 10 × 2 you got 20 cm² is the A1. Next what you need? H1. H1 എന്ന് പറഞ്ഞാൽ
സെൻട്രോയിഡൽ ആക്സിസും നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാരലൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് h1. സോ ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് തൊട്ട് ടോട്ടൽ സെക്ഷന്റെ സെൻട്രോയിഡൽ വരെയുള്ള ഡിസ്റ്റൻസ്. സോ ടോട്ടൽ ഇവിടെ തൊട്ട് ഇതിന്റെ മുകളിൽ വരെ 3.22 ആണെന്ന് നമുക്കറിയാം. സെൻട്രോയിഡൽ ആക്സിസ് ഈ റെക്ടാങ്കുലർ സെക്ഷന്റെ പകുതിക്കാണെന്ന് നമുക്കറിയാം. സോ h1 എന്തായിരിക്കും? 3.22 മൈനസ് 2/2. സോ 3.22 മൈനസ് 2/2. സോ ഈ ഡിസ്റ്റൻസിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? h1 കിട്ടും. സോ h1 കിട്ടി, a1 കിട്ടി, i1 കിട്ടി. യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫൈൻഡ് i1 xx. i1 xx ഈക്വൽ ടു 6.67 പ്ലസ് 20 into 2.22 square. So I1 plus A1 H1 square. So you get the answer as 105.24 centimeter raised to 4. So നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയേ? ഈ റെക്ടാങ്കുലർ സെക്ഷന്റെ about xx, അതായത് ടി സെക്ഷന്റെ സെൻട്രോയിഡൽ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടി. ഇനി നമുക്ക് I1 xx കിട്ടി, I2 xx കിട്ടുന്നു. I2 xx എന്ന് പറഞ്ഞാൽ എന്താ? ഈ റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് നമ്മുടെ മെയിൻ സെൻട്രോയിഡൽ ആക്സിസ്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഫിഗർ ഒന്ന് മാറ്റി വരച്ച് നോക്കാം. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വെബ് അല്ലേ. സോ വെബിന്റെ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എക്സ് ആക്സിസ് വരച്ചിട്ടുണ്ട്. താഴെ നിന്ന് 6.78 സെന്റിമീറ്ററിലാണ് നമ്മൾ നേരത്തെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്തു. സോ ഇനി ഫ്ലേഞ്ചിന്റെ തിക്നെസ് കുറച്ച് കഴിഞ്ഞാൽ വെബിന്റെ ഡെപ്ത് 8 സെന്റിമീറ്റർ ആണ്. സോ ടോട്ടൽ 10 മൈനസ് 2 സെന്റിമീറ്റർ. സോ ദാറ്റ് ഈസ് 8 സെന്റിമീറ്റർ ആണ് ഡെപ്ത്, 2 സെന്റിമീറ്റർ ആണ് തിക്നെസ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫിഗർ. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദിസ് ആക്സിസ്. സോ നമുക്ക് എന്തറിയാം? ഇതൊരു റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. ഇതിന്റെ സെൻട്രോയിഡ് ഇതിന്റെ കൃത്യം സെന്ററിലായിരിക്കും. സോ 8ന്റെ പകുതി 4 സെന്റിമീറ്ററിൽ കൂടെ ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. ആ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം. അതെന്താ? BdQ/12. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആക്സിസിലെയാണ്. ആ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെൻട്രോയിഡിലല്ല, കുറച്ചും കൂടെ മാറിയിട്ടല്ലേ. സോ ഇത് 4ലാണ്, ഇത് 6.78ലാണ്. ഇത് ടോട്ടൽ സെക്ഷന്റെ സെൻട്രോയിഡിലാണ്. നമുക്കറിയാവുന്ന ഇതിന്റെ സെൻട്രോയിഡിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. സോ അത് വെച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ അഗൈൻ വി ആർ യൂസിങ് പാരലൽ ആക്സിസ് തിയറം. സോ പാരലൽ ആക്സിസ് തിയറം ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു പാരലൽ ആക്സിസ് വേണം. സോ ഈ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രോയിഡിന്റെ പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണ് അല്ലേ. നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസ് കൃത്യം ഈ റെക്ടാങ്കിളിന്റെ പകുതിയിൽ കൂടെ പാസ് ചെയ്യുന്നു. ആ പാസ് ചെയ്യുന്ന സെൻട്രോയിഡൽ ആക്സിസിന് പാരലൽ ആയിട്ട് h2 ഡിസ്റ്റൻസിലാണ് നമുക്ക് വേണ്ട ആക്സിസ്. നമുക്ക് വേണ്ട ആക്സിസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടി സെക്ഷന്റെ സെൻട്രോയിഡൽ ആക്സിസ് ഉള്ളത്. സോ h2 ഡിസ്റ്റൻസ് ഇതാണ്. സോ നമുക്ക് വേണ്ട റെക്ടാങ്കിളിന്റെ കൃത്യം സെൻട്രൽ നിന്നുള്ള സെൻട്രോയിഡൽ ആക്സിസ്, റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡൽ ആക്സിസ്, ഇത് ടി സെക്ഷന്റെ സെൻട്രോയിഡൽ ആക്സിസ്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് h2. സോ ഇങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് റെക്ടാങ്കിൾ about this axis, അതാണ് I2 xx. rectangle about this axis is equal to moment of inertia about the rectangle about its centroidal axis. So ഈ റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡൽ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ നമ്മുടെ ബേസിക് കേസ് ആണ് അല്ലേ. സോ അതിനെ ഞാൻ I2 എന്ന് വിളിച്ചു. പ്ലസ് ഏരിയ ഓഫ് ദി സെക്ഷൻ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു സെൻട്രോയിഡൽ ആക്സിസ്. സോ ഈ സെൻട്രോയിഡൽ ആക്സിസും ഈ സെൻട്രോയിഡൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ യു ഗോട്ട് I2 xx equal to I2 plus A2 H2 സ്ക്വയർ. സോ ഇനി ആദ്യം കണ്ടുപിടിക്കണം I2 എന്താണെന്ന് കണ്ടുപിടിക്കണം. I2 എന്ന് വെച്ചാൽ എന്താ? ഈ റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡിലുള്ള സെന്റർ ഓഫ് ആക്സിസ്, സോറി, മൊമെന്റ് ഓഫ് ഇനേഷ്യ. ആ മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഇക്വേഷൻ നമ്മൾ ടേബിളിൽ പഠിച്ചിട്ടുണ്ട്. PdQ/12. സോ ഇവിടുത്തെ B എന്താ? 2, D എന്താ? 8. സോ 2 into 8^12 യു ഗോട്ട് 85.33 സെന്റിമീറ്റർ റേസ് ടു 4. അതാണ് I2. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് ഏരിയ കണ്ടുപിടിക്കണം. സോ ഏരിയ A2 എന്താ? 2 into 8. 2 into 8 ആണ് ഏരിയ. സോ യു ഗോട്ട് 16 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഏരിയ കിട്ടി. നെക്സ്റ്റ് യു നീഡ് H2. H2 എന്ന് പറഞ്ഞാൽ ഈ റെക്ടാങ്കുലർ സെക്ഷന്റെ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് നമ്മുടെ ടോട്ടൽ ടി സെക്ഷന്റെ സെൻട്രോയിഡൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് H2. സോ H2 ഈസ് ടോട്ടൽ 6.78 ആണ്. അതിൽ നിന്ന് എത്ര മൈനസ് ചെയ്യണം? ഇത് ടോട്ടൽ 8 ആണ് അല്ലേ. സോ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? സോ ബേസിൽ നിന്ന് ഇവിടം വരെ 8/4, സോറി 8/2, കൃത്യം പകുതിക്കായിരിക്കും. സോ റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡ് ആണ്, കൃത്യം സെന്ററിലാണല്ലോ. സോ 8/2, 4 സെന്റിമീറ്റർ ഇവിടെ, 6.78 സെന്റിമീറ്റർ ഇത്. സോ 6.78 മൈനസ് 4 യു ഗെറ്റ് 2.78 ആണ് H2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. സോ H2 കിട്ടി, A2 കിട്ടി, I2 കിട്ടി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, you will get the answer as 208.98. So ഒന്നാമത്തെ റെക്ടാങ്കുലർ സെക്ഷൻ ഫ്ലേഞ്ചിന്
moment of inertia about x-axis axis web in the moment of inertia about x-axis axis. So the I1 axis I2 axis. So what is the moment of inertia about x-axis axis of this T section? Just add these two. ഇത് രണ്ടും കൂട്ടിയാലും നമുക്ക് വേണ്ട ആൻസർ കിട്ടും. So Ix is equal to 105.24 plus 208.98. You get the answer as 314.22 centimeter raised to 4. So ഈ T സെക്ഷന്റെ ഹൊറിസോണ്ടൽ സെൻട്രോയിഡൽ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് 314.22 സെന്റിമീറ്റർ റേസ് ടു 4 ആണ്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ഒന്നാമത്തെ ആൻസർ. സോ നമുക്ക് രണ്ട് ആക്സിസിന് കണ്ടുപിടിക്കണം. അതിൽ ഒരു ആക്സിസ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് വൈ ആക്സിസ് കണ്ടുപിടിക്കണ്ടേ? സോ വൈ ആക്സിസ് കണ്ടുപിടിക്കാൻ ഞാൻ വൈ ആക്സിസ് വരച്ചു. വൈ ആക്സിസ് ഇങ്ങേ അറ്റത്ത് 5 സെന്റിമീറ്ററിലാണ്, 10 നമ്മൾ നേരത്തെ ഡയമെൻഷൻ ഒക്കെ എടുത്തു. സോ ഇനി വൈ ആക്സിസിൽ നിന്ന് കണ്ടുപിടിക്കാൻ അഗെയിൻ വൈ എത്രയാ? I1 YY പ്ലസ് I2 YY. നേരത്തെ എക്സ് ആക്സിസിൽ എടുത്ത പോലെ തന്നെ. സോ വൈ ആക്സിസ് ഇതാണ്. സോ വൈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഒന്നാമത്തെ സെക്ഷന്റെ വൈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ പ്ലസ് രണ്ടാമത്തെ സെക്ഷന്റെ വൈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ നേരത്തെ പോലെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കാം. സോ ഇവിടെ സിമെട്രിക് സെക്ഷൻ ആണെന്ന് നമുക്കറിയാം അല്ലെ? സോ ആ സിമെട്രി വെച്ച് ചെറിയൊരു വ്യത്യാസം വൈ ആക്സിസിന് വരുന്നുണ്ട്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഞാൻ ഈ ടി സെക്ഷൻ എടുത്തു. ടി സെക്ഷന്റെ ഫ്ലേഞ്ച് എടുത്തു. സോ ഫ്ലേഞ്ച് എടുത്തു കഴിഞ്ഞാൽ 10 × 2 സെന്റിമീറ്ററിൽ ഉള്ള ഫ്ലേഞ്ച് ആണ്. സോ വൈ ആക്സിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെ? വൈ കൃത്യം സെന്ററിൽ കൂടെ അല്ല പോകുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. സോ ടോട്ടൽ സെക്ഷന്റെ സെൻട്രോയിഡുള്ള ആക്സിസ് ഇതാണ്. ഇനി ഈ റെക്ടാങ്കിൾ മാത്രം എടുത്താൽ ഇതിന്റെ വെർട്ടിക്കൽ സെൻട്രോയിഡുള്ള ആക്സിസ് എവിടെയാ? ഇതേ ആക്സിസ് തന്നെ അല്ലേ? ആണല്ലോ. സോ ഈ സെക്ഷന്റെ സെൻട്രോയിഡുള്ള ആക്സിസും ടോട്ടൽ സെക്ഷന്റെ സെൻട്രോയിഡൽ ആക്സിസും ഒരേ ലൈനാണ്, വെർട്ടിക്കൽ ഡയറക്ഷനിൽ വരുന്നത്. സിമിലർലി നമ്മൾ വെബ് എടുത്തു, രണ്ടാമത്തെ സെക്ഷൻ എടുത്തു. രണ്ടാമത്തെ സെക്ഷൻ എടുത്താലും ടോട്ടൽ സെക്ഷന്റെ സെൻട്രോയിഡൽ ആക്സിസ് ആണ് ഞാൻ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് വൈ. അതുപോലെ ഈ റെക്ടാങ്കിളിന്റെ മാത്രം സെൻട്രോയിഡ് എടുത്താലും അത് എന്ത് തന്നെയാ? ഈ വൈ തന്നെയല്ലേ? ആണല്ലോ. സോ ഈ രണ്ട് സെക്ഷൻ എടുത്താലും ആ രണ്ട് സെക്ഷന്റെയും വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള സെൻട്രോയിഡൽ ആക്സിസ് മാച്ചസ് വിത്ത് സെൻട്രോയിഡൽ ആക്സിസ് ഓഫ് ദ ടോട്ടൽ സെക്ഷൻ അല്ലെ? ഈ ടി സെക്ഷന്റെ സെൻട്രോയിഡൽ ആക്സിസ് കൃത്യം നടുക്കാണ്. അതുപോലെ ഈ റെക്ടാങ്കിളിന്റെയും വെർട്ടിക്കൽ ആക്സിസ് ഇവിടെയാണ്, ഈ റെക്ടാങ്കിളിന്റെയും വെർട്ടിക്കൽ ആക്സിസ് ഇതാണ്. മൂന്നും തമ്മിൽ മാച്ച് ചെയ്യുന്നു. സോ ഇത് സിമെട്രിക് ആണല്ലേ? സോ അപ്പൊ എന്താ സംഭവിക്കാം? വെർട്ടിക്കൽ ആക്സിസ് സിമെട്രിക് ആണ്. എഗെയിൻ സെൻട്രോയിഡ് ഓഫ് ഈച്ച് സെക്ഷൻ ആൻഡ് സെൻട്രോയിഡ് ഓഫ് ടി സെക്ഷൻ ലൈസ് ഇൻ ദ സെയിം ആക്സിസ്. അപ്പൊ എന്താ സംഭവിക്കാം? നമുക്ക് പാരലൽ ആക്സിസ് തിയറം ഒന്ന് കാണാം. പാരലൽ ആക്സിസ് തിയറം എന്തായിരുന്നു? Moment of inertia about a parallel axis equal to ICG plus AH square. സോ ഞാൻ ഇവിടെ ഒരു പാരലൽ ആക്സിസ് എടുത്താൽ ഇവിടുത്തെ എച്ചിന്റെ വാല്യൂ എന്താ? 0 അല്ലേ? സോ എന്റെ ആക്സിസും എന്ന് വെച്ചാൽ എന്റെ ഈ സെക്ഷന്റെ ആക്സിസും നമ്മൾ കണ്ടുപിടിക്കുന്ന സെൻട്രോയിഡൽ ആക്സിസും ഒരേ സ്ഥലത്താണ്. സോ അത് തമ്മിൽ ഡിസ്റ്റൻസ് ഇല്ല. സോ H1 0 ആണ്, H2 0 ആണ്. അതിന്റെ അർത്ഥം മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് this section about its centroid is same as the moment of inertia of this section about the total centroidal axis. So ഈ ഒരു സെക്ഷന്റെ സെൻട്രോയിഡിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എടുത്താൽ ആക്ച്വലി എനിക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്? ഈ ടോട്ടൽ ടി സെക്ഷന്റെ സെൻട്രോയിഡിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ തന്നെയാണ്. സോ I1 YY is nothing but dB³/12. സോ ഇതിന്റെ സെൻട്രോയിഡിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ? D × B³/12 അല്ലെ? സോറി, D × B³/12. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ? ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതിന്റെ ക്യൂബാ വരേണ്ടത്. ഇതിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് ഫ്ലേഞ്ചിന്റെ വിഡ്ത്ത് ആണ് അല്ലെ? സോ dB³/12. യു കൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, യു വിൽ ഗെറ്റ് 166.67 സെന്റിമീറ്റർ റേസ് ടു 4. സിമിലർലി ഈ ഒരു സെക്ഷൻ എടുത്താൽ ഈ സെക്ഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി പാസ് ചെയ്യുന്നത് വെർട്ടിക്കൽ ലൈൻ ഈസ് സെയിം ആസ് ദ സെൻട്രോയിഡൽ ആക്സിസ് ഓഫ് ദ ടോട്ടൽ സെക്ഷൻ. സോ അത് രണ്ടും സെയിം ആയതുകൊണ്ട് നമ്മൾ H2 0 ആണെന്ന് ഇവിടെ കണ്ടു. സോ I2Y is nothing but dB³/12. So D, so this is D, this is B, dB³/12 is your I2YY. So ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതിന്റെ ക്യൂബ്, that is 2³ again. D is this one, depth 8. So 8 × 2³/12 you get 5.34.
സോ I1 y കിട്ടി, I2 y കിട്ടി. ഇത് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. You will get the answer as 172.01 centimeter raised to 4. ഇതാണ് ഈ ടോട്ടൽ സെക്ഷന്റെ y ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ ഇവിടെ എന്താ വ്യത്യാസം വന്നത്? നേരത്തെ സെക്ഷനിൽ സിമെട്രിക് ആയിരുന്നില്ല, മൂന്ന് സ്ഥലത്തായിരുന്നു. സോ അതിന് 3 സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട വന്നു? ഓരോ സെക്ഷന്റെയും സെൻട്രോയിഡൽ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ ടോട്ടൽ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയിലേക്ക് പാരലൽ ആക്സിസ് തിയറം വഴി ഷിഫ്റ്റ് ചെയ്യേണ്ട വന്നു. ഇവിടെ പക്ഷേ ഓരോ സെക്ഷന്റെയും സെൻട്രോയിഡൽ ആക്സിസും ടോട്ടൽ സെക്ഷന്റെ സെൻട്രോയിഡൽ ആക്സിസും ഒരു സിംഗിൾ ലൈനിലാണ്. അങ്ങനെ ഒരു കേസ് വന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആ സെക്ഷന്റെ, സോ റെക്ടാങ്കിൾ ആണെങ്കിൽ റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യാസ് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. സോ dBq/12 പ്ലസ് dBq/12 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ ഇഫ് ഈ സെക്ഷന്റെ ഇൻഡിവിജ്വൽ സെക്ഷന്റെ സെൻട്രോയിഡൽ ആക്സിസും ടോട്ടൽ സെക്ഷന്റെ സെൻട്രോയിഡൽ ആക്സിസും ഒരു ലൈനിൽ വന്നാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നമ്മൾ കുറച്ച് ഫാസ്റ്റർ ആയിട്ട് ചെയ്തു തുടങ്ങും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഐ സെക്ഷൻ ആണ്. സോ ഐ സെക്ഷന്റെ ഫിഗർ തന്നിട്ടുണ്ട്, സെന്റിമീറ്ററിലാണെന്ന് തന്നിട്ടുണ്ട്, എല്ലാ ഡയമെൻഷനും തന്നിട്ടുണ്ട്. ഫൈൻ ഇറ്റ്സ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷൻ. സോ എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ പോലെ ഞാൻ ആദ്യം ഒരു ബേസ് എടുത്തു. സോ എൻ്റെ ബേസ് ഇതാണ്, ഈ അറ്റമാണ് ഇതിൻ്റെ എക്സ് ബാർ എടുക്കുന്ന സമയത്തുള്ള ബേസ്, ഇതാണ് വൈ ബാർ എടുക്കുന്ന സമയത്ത്, ബോട്ടമാണ് വൈ ബാർ എടുക്കുന്ന സമയത്ത്. സോ യു ക്യാൻ സി ഇറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് അല്ലേ? സോ സിമെട്രിക് അബൌട്ട് വെർട്ടിക്കൽ ആക്സിസ് ആണ്. സോ ഇങ്ങേ അറ്റത്തുനിന്ന് 10 സെന്റിമീറ്റർ മാറിയാണ്, സോ ഈ അറ്റത്തുനിന്ന് 10 സെന്റിമീറ്റർ മാത്രമാണ് ഇതിന്റെ സെൻട്രോയിഡൽ, അതായത് ഇതിന്റെ കറക്റ്റ് വെർട്ടിക്കൽ ആക്സിസ് ആണ്. ഓക്കെ, സോ ഇനി വൈ ബാർ എന്താ? സോ എക്സ് ബാർ കിട്ടി. സോ വൈ ആക്സിസിന് സിമെട്രി ഉള്ളതുകൊണ്ട് എക്സ് ബാർ 20/2 ആയിരുന്നു. വൈ ബാറിന് എനിക്ക് ഇക്വേഷൻ ഉപയോഗിക്കണം. നേരത്തെ പോലെ ഞാൻ ടേബിൾ ഉപയോഗിക്കുന്നില്ല, നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ആയ ടേബിളിന്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിൽ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ a1 y1 പ്ലസ് a2 y2 പ്ലസ് a2 y3 ബൈ a1 പ്ലസ് a2 a3. a1 y1 എന്ന് പറഞ്ഞാൽ എന്താ? 10 into 2, ദാറ്റ് ഈസ് 10 into 2. ഇനി y1 എന്ന് പറഞ്ഞാൽ എൻ്റെ റെഫറൻസിൽ നിന്ന് ഈ സെക്ഷന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ്. സോ y1 എന്ന് പറഞ്ഞാൽ ബേസിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ? അത് എത്രയാ? 10 പ്ലസ് 2 പ്ലസ് 2/2, 10 2 12 1 13. അങ്ങനെ ഞാൻ ഓരോന്നും എടുത്തു. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ്. ഇപ്പം ടേബിൾ വരച്ചാൽ ചെയ്യുന്നത് നിങ്ങൾ ക്ലബ്ബ് എങ്കിലും അങ്ങനെ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. സോ ഞാൻ ജസ്റ്റ്, നമുക്ക് അധികം സമയം കളയാനില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഐ ഗോട്ട് വൈ ബാർ as 5.5 സെന്റിമീറ്റർ ഫ്രം ബോട്ടം. സോ ബോട്ടത്തിൽ നിന്ന് 5.5 സെന്റിമീറ്റർ മുകളിലാണ് ഇതിന്റെ സി ജി. സോ ബോട്ടത്തിൽ നിന്ന് 5.5 സെന്റിമീറ്റർ മുകളിലും ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് 10 സെന്റിമീറ്റർ മാറിയുമാണ് സി ജി ഉള്ളത്. സോ സെൻട്രോയിഡ് കാൽക്കുലേഷൻ കണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വരണ്ട, നിങ്ങൾക്ക് ടേബിൾ ഉപയോഗിച്ച് ചെയ്യാം. ടേബിൾ ഉപയോഗിച്ച് ചെയ്ത് കോൺഫിഡൻസ് ആയവർക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, സമയം ലാഭിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് അതനുസരിച്ച് ചെയ്യുക. ഇതാണെങ്കിൽ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്, ടേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് കുറവായിരിക്കും. സോ വാട്ട് എവർ മെത്തേഡ് യു പ്രിഫർ യു ക്യാൻ ഡു ഇറ്റ്. സോ നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ഉദ്ദേശം സെൻട്രോയിഡ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. സോ യു ഗോട്ട് സെൻട്രോയിഡ്. സോ നമുക്ക് എക്സ് ആക്സിസ് താഴെ നിന്ന് 5.55 സെന്റിമീറ്ററിലും വൈ ആക്സിസ് സൈഡിൽ നിന്ന് 10 സെന്റിമീറ്ററിലാണ് കിട്ടി. ഇനി നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയിടുന്ന ഞാൻ തുടങ്ങാം നേരത്തെ പ്രോബ്ലത്തിൽ. സോ വൈ ആക്സിസ് ആണല്ലോ ഇത്. വൈ ആക്സിസിന് സിമെട്രി ഉണ്ട്. നിങ്ങൾ ഇതിലെ ഏത് സെക്ഷൻ എടുത്താലും ആ സെക്ഷന്റെ ഇൻഡിവിജ്വൽ സെൻട്രോയിഡൽ ആക്സിസ് പാസ് ചെയ്യുന്നത് ഇതേ വൈ ആക്സിസ് അല്ലേ? ഈ ഫസ്റ്റ് റെക്ടാങ്കിൾ എടുത്തു, അതിന്റെ കൃത്യം സെന്ററിൽ തന്നെയാണ് ടോട്ടൽ സെൻട്രോയിഡൽ ആക്സിസ്. രണ്ടാമത്തെ സെക്ഷൻ എടുത്തു, അതിന്റെ കൃത്യം സെന്ററിലാണ് ടോട്ടൽ സെൻട്രോയിഡൽ ആക്സിസ്. മൂന്നാമത്തെ സെക്ഷൻ എടുത്തു, അതിന്റെ കൃത്യം സെന്ററിലാണ് സെൻട്രോയിഡൽ ആക്സിസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? വൈ ഡയറക്ഷനിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ ഇതിന്റെ മൂന്നിന്റെയും ഇൻഡിവിജ്വൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആഡ് ചെയ്താൽ മതി. പാരലൽ ആക്സിസ് തിയറത്തിന്റെ ആവശ്യമില്ല, നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ കണ്ടു. സോ അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആ സെക്ഷൻ ഈസ് സിമെട്രിക് അബൌട്ട് വെർട്ടിക്കൽ ആക്സിസ്. Iy is sum of all centroidal moment of inertia of 1, 2 and 3. So y ആക്സിസിൽ എബൌട്ട് ആയിട്ടുള്ള ഓരോ സെക്ഷന്റെയും സെൻട്രോയിഡൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആഡ് ചെയ്താൽ എനിക്ക് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. ദാറ്റ് മീൻസ് Iy ഈസ് ഈക്വൽ ടു d1 b1 ക്യൂബ് ബൈ 12 പ്ലസ് d2 is 10 d2 b2 ക്യൂബ് 2 ക്യൂബ് ബൈ 12. അടുത്തത് ഇത്. സോ ഇതിന്റെ ഡെപ്ത് 20 into 2 ക്യൂബ് ബൈ
12. സോറി 2 into 20 cube by 12. ഇതാണ് നമ്മുടെ ആൻസർ. സോ ഇതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. സിമെട്രിക് ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും സെൻട്രോയിഡൽ, ഓരോ ഇൻഡിവിജ്വൽ സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസും ടോട്ടൽ സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസും ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് ഓരോന്നിൻ്റെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. സോ ഇതിന്റെ പി ഡി ക്യൂബ് ബൈ 12, സോറി ഡി ബി ക്യൂബ് ബൈ 12, ഡി ബി ക്യൂബ് ബൈ 12, ഡി ബി ക്യൂബ് ബൈ 12. സോ മൂന്നും ഞാൻ ആഡ് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് 2 into 10 cube by 12, 10 into 2 cube by 12, 2 into 20 cube by 12. You get the answer as 1506.67 centimeter raised to 4. സോ ഇത് സിമെട്രിക് ആയതുകൊണ്ട് ഒരു ലൈനിൽ പാസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റി. സോ എക്സ് ആക്സിസിൽ, സോറി വെർട്ടിക്കൽ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കിട്ടി. ഇനി ഹൊറിസോണ്ടൽ ആക്സിസിന് കണ്ടുപിടിക്കണം അല്ലേ. സോ നേരത്തെ പോലെ നമ്മൾ 3 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 3 എണ്ണത്തിന്റെ സെപ്പറേറ്റ് ആയിട്ട് പാരലൽ ആക്സിസ് തിയറം വെച്ച് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം. സോ ഇക്വേഷൻ IXS = I1XX + I2XX + I3XX. സോ ഇവിടെ സിമെട്രി ഇല്ല മൂന്നിന്റെ. സോ ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് ഇവിടെയാണ്, ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് ഇവിടെയാണ്, ഇവിടുത്തെ സെൻട്രോയിഡൽ ആക്സിസ് ഇവിടെയാണ്. സോ മൂന്നും മീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ചേ പറ്റുള്ളൂ. സോ IXS = I1XX + I2XX + I3XX. സോ യു സബ്സ്റ്റിറ്റ്യൂട്ട്. സോ ഓരോന്ന് എന്താന്ന് നോക്കാം. I1XX എന്ന് പറഞ്ഞാൽ I1 + A1H², I2 + H2H², I3 + A3H3². ഇനി നേരത്തെ പോലെ ഓരോന്നെടുത്ത് സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നതിന് പകരം ഞാനൊരു ടാബുലാർ ഫോമിലാക്കി. ഇനി നമ്മൾ അങ്ങനെയായിരിക്കും പ്രോബ്ലം ചെയ്യുക എളുപ്പത്തിന് വേണ്ടി. സോ നിങ്ങൾ ആൻസർ പേപ്പറിൽ ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്താൽ മതിയാവും. മറ്റേത് കുറച്ചുകൂടി എക്സ്പ്ലനേറ്ററി ആയിരുന്നു. ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. സോ ഫസ്റ്റ് നമുക്ക് I1XX വേണം അല്ലേ. സോ I1 വേണം, A1H1² വേണം. സോ I1 കണ്ടുപിടിക്കാം. I1 എന്ന് വെച്ചാൽ എന്താ, ഈ സെക്ഷന്റെ സെൻട്രോയിഡൽ ആക്സിസിലുള്ള അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ യൂഷ്വലി റെക്ടാംഗിൾ ആകുമ്പോൾ BD ക്യൂബ് ബൈ 12 ആ വാല്യൂ ആണ് ഈ I എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോളം A ആണ്. സോ ഒരു സെക്ഷൻ എടുത്താൽ അതിന്റെ ഏരിയ. മൂന്നാമത്തെ H, ഒരു സെക്ഷൻ എടുത്താൽ അതിന്റെ സെൻട്രോയിഡൽ ആക്സിസും ടോട്ടൽ സെക്ഷന്റെ സെൻട്രോയിഡൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് H. ഇനി ഇവിടെ വേണ്ട AH² ആണല്ലോ. സോ AH². അവസാനം നമുക്ക് വേണ്ട I1XX എന്ന് പറഞ്ഞാൽ ഈ AH² പ്ലസ് ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇതാണ് നമ്മുടെ ടേബിൾ. സോ നമുക്ക് ഓരോ സെക്ഷനായിട്ട് എടുത്ത് നോക്കാം. സോ ഫസ്റ്റ് സെക്ഷൻ 10 into 2 അല്ലെ. 10 into 2 ആ സെക്ഷൻ എടുത്തു. ആദ്യത്തെ ഫ്ലേഞ്ച്, ടോപ്പ് ഫ്ലേഞ്ച് എടുത്തു. അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ? അങ്ങനെ നമുക്ക് ആദ്യം സെൻട്രോയിഡൽ ആക്സിസ് വരയ്ക്കാം. സെൻട്രോയിഡൽ ആക്സിസ് നമ്മൾ വരച്ചാൽ ഇതിന്റെ സെൻട്രിൽ കൂടെയാണ് പോവുക അല്ലെ. സോ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് അബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് B into D cube by 12. സോ 10 into 2 cube by 12 നിങ്ങൾക്ക് കിട്ടി. 10 into 2 cube by 12 ആണ് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. PD cube by 12. ഇത് എപ്പോഴും ഓർത്തിരിക്കുക. റെക്ടാംഗുലർ സെക്ഷന്റെ സെൻട്രോയിഡൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എക്സ് BD cube by 12 ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കാൻ എളുപ്പത്തിന് എക്സ് ആക്സിസ് ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് 2 ക്യൂബ് വരിക. സോ ഇതിന്റെ പെർപെൻഡിക്കുലർ 2 അല്ലേ. സോ 10 into 2 cube by 12 കിട്ടി. ഇനി ഇതിന്റെ ഏരിയ 10 into 2 20. സോ അടുത്തത് വേണ്ട H എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഈ സെക്ഷന്റെ സെൻട്രോയിഡ് മുതൽ ടോട്ടൽ സെക്ഷന്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്. സോ ഈ സെക്ഷന്റെ സെൻട്രോയിഡൽ ആക്സിസ് ഞാൻ വരച്ചു. ഈ നീല ലൈൻ നിങ്ങൾക്ക് കാണാലോ. ഈ ലൈൻ മുതൽ ഈ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ്, ടോട്ടൽ സെക്ഷന്റെ സെൻട്രോയിഡൽ ആക്സിസ്, ഈ ലൈനിന്റെ സെൻട്രോയിഡൽ ആക്സിസ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ 8.5 ആണ് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. 8.5 minus 2/2. 8.5 minus 2/2 7.5 നിങ്ങൾക്ക് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി, ഈ ഏരിയയും ഇതിന്റെ സ്ക്വയറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ യു ഗെറ്റ് 1125 ആസ് ആൻസർ. സോ ഇത് പ്ലസ് ഇതിന്റെ സ്ക്വയർ. സോ ഇനി നമുക്ക് വേണ്ടത് I1XX ആണ്. I1XX എന്ന് പറഞ്ഞാൽ ഈ റെക്ടാംഗിളിന്റെ സെൻട്രോയിഡൽ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ പ്ലസ് ഏരിയ ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ് സ്ക്വയർ. സോ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് സ്ക്വയർ. സോ അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് ദിസ് വൺ. സോ നമുക്ക് I1XX കിട്ടി. അടുത്ത I2XX വേണം. I2XX എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെക്ഷൻ്റെ അല്ലേ. സോ രണ്ടാമത്തെ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാം അബൌട്ട് ഇറ്റ്സ് സെൻട്രോയിഡൽ ആക്സിസ്. ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഈ 10/2 5 അല്ലേ. സോ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ആക്സിസ് ഇങ്ങനെയല്ല പോകുന്നത്. സോ ഇത് B, ഇത് D. സോ നമുക്ക് വേണ്ടത് ഇതിന്റെ ക്യൂബ് ആണ് അല്ലേ. സോ 2 into 10 cube by 2. 2 into 10 cube by 12 ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. അടുത്തത് ഏരിയ അഗൈൻ 10 into 2. യു വിൽ ഗെറ്റ് us 20. സോ ഇതിന്റെ ഏരിയ 10 into 2. ഇനി H വേണം അല്ലേ. H വേണമെങ്കിൽ ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് വരയ്ക്കണ്ടേ. ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് എവിടെയായിരിക്കും? 10ന്റെ പകുതിയിൽ.
സോ ഞാൻ ആ സെൻട്രോയിഡൽ ആക്സിസ് വരച്ചു, 10ന്റെ പകുതിയിൽ വരച്ചു. സോ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ടോട്ടൽ ഇവിടം തൊട്ട് ഇവിടം വരെ 8.5. ആ 8.5 മൈനസ് 2 പ്ലസ് 10ന്റെ പകുതി അല്ലേ? ഇവിടം തൊട്ട് മോളിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. സോ മോളിൽ നിന്ന് സെൻട്രോയിഡൽ ആക്സിസ് വരെ 8.5 ആണ്. സോ മോളിൽ നിന്ന് നമ്മുടെ ഈ വെബിന്റെ മാത്രം സെൻട്രോയിഡിലോട്ടുള്ള ഡിസ്റ്റൻസ് ഈ 2 പ്ലസ് ഈ ടോട്ടൽ ഡെപ്തിന്റെ പകുതി. അപ്പൊ എത്ര കിട്ടും? 8.5 മൈനസ് 2 പ്ലസ് 10/2 യു വിൽ ഗെറ്റ് ആസ് 1.5. സോ ഇതാണ് എച്ച്. സോ അത് ഈ ഫിഗർ വെച്ച് ഞാൻ കണ്ടുപിടിച്ചു, അത്രയേ ഉള്ളൂ. സോ യു ഗോട്ട് 1.5. നൗ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു എച്ച് സ്ക്വയർ. സോ 45 എന്ന് നിങ്ങൾക്ക് കിട്ടി. ഇതേ ഇൻറ്റു ഇതിന്റെ സ്ക്വയർ. സോ ഐ പ്ലസ് എ സ്ക്വയർ എത്രയാ? 211.67. സോ രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. I1 xx I2 xx കിട്ടി. ഇനി I3 xx വേണം. I3 xx എങ്ങനെ കണ്ടുപിടിക്കും? സോ ഇതിന്റെ ബി ഡി ക്യൂബ് ബൈ 12 അല്ലേ? സോ ഇതിന്റെ ബി എത്രയാ? 20. ഡി എത്രയാ? 2. 20 ഇൻറ്റു 2 ക്യൂബ് ബൈ 12. 20 ഇൻറ്റു 2 ക്യൂബ് ബൈ 12 ചെയ്താൽ ഐ കിട്ടി. ഏരിയ എന്ന് വെച്ചാൽ 20 ഇൻറ്റു 2 40. ഇനി ഇതിന്റെ ഡിസ്റ്റൻസ്, സോ ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് നമുക്ക് വരയ്ക്കാം. ഇതാണ് ഇതിന്റെ സെൻട്രോയിഡ്. ഈ സെക്ഷന്റെ മാത്രം സെൻട്രോയിഡൽ ആക്സിസ് ആണ് ഇത്. ഇതാണ് നമ്മുടെ ടോട്ടൽ സെൻട്രോയിഡൽ ആക്സിസ്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച്. സോ അതെങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ 5.5 മൈനസ് 2/2. ഇതിന്റെ സെന്റർ 2/2, 1 സെന്റിമീറ്റർ അല്ല താഴെ നിന്ന്. സോ 5.5 മൈനസ് 1 യു വിൽ ഗെറ്റ് ആസ് 4.5. സോ യു ഗോട്ട് എ എച്ച് സ്ക്വയർ ഏരിയ ഇൻറ്റു എച്ച് സ്ക്വയർ, ദാറ്റ് ഈസ് 823.33. സോ I1 xx കിട്ടി, I2 xx കിട്ടി, I3 xx കിട്ടി. സോ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ about ഹൊറിസോണ്ടൽ സെൻട്രോയിഡൽ ആക്സിസ് എന്താണ്? ഈ മൂന്നെണ്ണത്തിന്റെ സം അല്ലേ? സോ I1 A1 H1 സ്ക്വയർ പ്ലസ് I2 H2 H സ്ക്വയർ പ്ലസ് I3 A2 H3 സ്ക്വയർ. അതാണിത്. നമ്മളിവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. മൂന്നും ആഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 2166.67 സെന്റിമീറ്റർ റേസ് ടു 4. ഇങ്ങനെയാണ് നമ്മൾ ഐ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക. ഓക്കെ, ജസ്റ്റ് ടേബിൾ വരയ്ക്കുക, ഏതൊക്കെ വാല്യൂ ആണ് വേണ്ടത് വരയ്ക്കുക, എങ്ങനെയാണ് എച്ച് ഡിസ്റ്റൻസ് എടുക്കാമെന്ന് വിചാരിക്കുക, എങ്ങനെയാണ് ബി ഡി ക്യൂബ് ആയിട്ടുള്ളത് എടുക്കാമെന്ന് കണ്ടുപിടിക്കും. ഇത്രയും ചെയ്താൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ പക്ഷേ ഫിഗർ തന്നിട്ടുള്ള ഡയമെൻഷൻ ആണ് തന്നിട്ടുള്ളത്, ചാനൽ സെക്ഷൻ ആണ്. ചാനൽ സെക്ഷൻ ഞാൻ വരച്ചു. സോ ആദ്യം ചാനൽ സെക്ഷൻ വരച്ചു. ചാനൽ സെക്ഷന്റെ സൈസ് പറഞ്ഞിട്ടുണ്ട് 20 സെന്റിമീറ്റർ ഇൻറ്റു 10 സെന്റിമീറ്റർ. സോ നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് ഒരു ചാനൽ സെക്ഷൻ ആണെങ്കിൽ അതിന്റെ ഡെപ്ത് ഷുഡ് ബി മോർ ദാൻ വിഡ്ത്ത് അല്ലേ? സോ 20 എന്ന് പറയുന്നത് അതിന്റെ ടോട്ടൽ ഡെപ്ത് ആയിരിക്കും, 10 എന്ന് പറയുന്നത് അതിന്റെ വിഡ്ത്ത് ആയിരിക്കും. സോ ഡെപ്തും വിഡ്ത്തും കിട്ടി. ഇനി നമുക്ക് വേണ്ട തിക്നെസ് ആണ്. സോ ഫ്ലേഞ്ചിന്റെ തിക്നെസ് 1.5 എന്ന് തന്നിട്ടുണ്ട്. ഇതാണ് ഫ്ലേഞ്ച്, ഇതാണ് വെബ്. സോ ഫ്ലേഞ്ചിന്റെ തിക്നെസ് 1.5, വെബിന്റെ തിക്നെസ് 1. ഓക്കെ, sorry, this is not mm, this is centimeter. So flange thickness 1.5 mm, sorry 1.5 centimeter, web thickness 1 centimeter. So എല്ലാ സെന്റിമീറ്ററിലാണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഫിഗർ ഇരിക്കുന്നത്. സോ ഇതിന്റെ എന്താണ് കണ്ടുപിടിക്കുന്നത്? അബൌട്ട് ഇറ്റ്സ് ഹൊറിസോണ്ടൽ സെൻട്രോയിഡൽ ആക്സിസ് ഉള്ള മൊമെന്റ്. സോ ഹൊറിസോണ്ടൽ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു വെബ്, ആക്സിസ് പെർപെൻഡിക്കുലർ ടു വെബ്. ഇതാണ് വെബിലെ, വെബിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസ് ത്രൂ ദ സെൻട്രോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് എക്സ് ആക്സിസ് ആണ്. സോ നമ്മൾ ഐ എക്സ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ക്വസ്റ്റ്യൻ മനസ്സിലായി, നമുക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് എക്സ് എക്സ് ആക്സിസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി, വൈനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട. സോ എക്സ് എക്സ് ആക്സിസിൽ സിമെട്രി ആണല്ലേ? ചാനൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന് സിമെട്രിക് ആണല്ലേ? ഇവിടെ ഒരു ആക്സിസ് കൃത്യം നടുക്ക് വരച്ച് രണ്ട് സൈഡിലോട്ട് മുറിച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്ത് ഒരേ ഏരിയ ആണ്. ഇവിടെ ഒരു എല്ല് കിട്ടും, ഇവിടെ ഒരു എല്ല് ഏരിയ കിട്ടും. സോ ഇറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ്. സോ ഇതിന്റെ വൈ ബാർ, സോ ഈ ആക്സിസിന് സിമെട്രിക് ആണെങ്കിൽ ഇതിന്റെ വൈ ബാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഈ ഡെപ്തിന്റെ കൃത്യം നടുക്കായിരിക്കും നമുക്കറിയാം. സോ വൈ ബാർ ഈസ് ഈക്വൽ ടു 20/2. സോ ബോട്ടത്തിൽ നിന്ന് 10 സെന്റിമീറ്റർ മുകളിലാണ്. ഓക്കെ, ഇനി എക്സ് ബാർ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ തൽക്കാലം നമുക്ക് ആവശ്യമില്ല, എന്നാലും നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ A1 x1 പ്ലസ് A2 x2 പ്ലസ് A3 x3 ബൈ A1 പ്ലസ് A2 പ്ലസ് A3. 3 സെക്ഷന്റെ A1 x1 പ്ലസ് A2 x2 പ്ലസ് A3 x3 ചെയ്താൽ നമുക്ക് കിട്ടും ആൻസർ 3.37 സെന്റിമീറ്റർ ഫ്രം ബോട്ടം അല്ല, ഫ്രം ലെഫ്റ്റ്. സോ ഇവിടുന്ന് 3.37 സെന്റിമീറ്ററും ഇവിടുന്ന് 10 സെന്റിമീറ്ററുമായിട്ടാണ് നമ്മുടെ ആക്സിസ് സ്ഥിതി ചെയ്യുന്നത്. സോ ഇത് ഫ്രം ബോട്ടം എന്നുള്ളത്
ടൈപ്പിംഗ് എററാണ്, ഫ്രം ലെഫ്റ്റ് ആണ്. സോ 10 സെന്റിമീറ്റർ ഫ്രം ബോട്ടം ആൻഡ് 3.37 സെന്റിമീറ്റർ ഫ്രം ലെഫ്റ്റ്. സോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആക്സിസ് ആയി. ഇതിൽ എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യാണ് കണ്ടുപിടിക്കുന്നത്. സോ നെക്സ്റ്റ് തൊട്ട് മുന്നത്തെ രണ്ട് പ്രോബ്ലത്തിലേക്ക് നമ്മൾ നോക്കിയാൽ അവിടെ രണ്ടിലും വൈ ആക്സിസ് സിമെട്രിക് ആയിരുന്നു. നമ്മൾ 3 സെക്ഷൻ്റെ ആഡ് ചെയ്യാൻ ചെയ്തു. പക്ഷെ ഇവിടെ അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ ക്വസ്റ്റിന്റെ ഡിഫറൻസ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇതാണ് എക്സ് ആക്സിസ് അല്ലേ? സോ നേരത്തെ പറഞ്ഞു വൈ ആക്സിസിന് സിമെട്രിക് ആയിരുന്നു. 3 സെക്ഷന്റെയും ആ ഐ സെക്ഷന്റെ 3 സെക്ഷന്റെയും ഇൻഡിവിജ്വൽ സെൻട്രോയിഡൽ ആക്സിസ് ഈ വൈ ആക്സിസിൽ കൂടെ തന്നെയായിരുന്നു പാസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ പക്ഷേ എക്സ് ആക്സിസിന് സിമെട്രിക് ആണ് സെക്ഷൻ. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഈ സെക്ഷന്റെ എക്സ് ആക്സിസ് എവിടെയാ വരിക? ഇതിന്റെ ഇൻഡിവിജ്വൽ സെൻട്രോയിഡൽ ആക്സിസ് ഇവിടെയാണ്, ഇതിന്റെ ഇൻഡിവിജ്വൽ സെൻട്രോയിഡൽ ആക്സിസ് ഇവിടെയാണ്. ആകെ വെബിന്റെ സെൻട്രോയിഡൽ ആക്സിസ് മാത്രമേ ടോട്ടൽ സെൻട്രോയിഡൽ ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യത്തുള്ളൂ. സോ വെബിന്റെ മാത്രമേ കോയിൻസൈഡ് ചെയ്തിട്ടുള്ളൂ, ബാക്കി രണ്ടും കോയിൻസൈഡ് ചെയ്തിട്ടില്ല. സോ നമുക്ക് ആഡപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഹിയർ ദ സെക്ഷൻ ഈസ് സിമെട്രിക് അബൌട്ട് ഹൊറിസോണ്ടൽ ആക്സിസ്, ബട്ട് IXX ഈസ് നോട്ട് ദ സം ഓഫ് സെൻട്രോയിഡൽ മൊമെന്റ് ഓഫ് ഇനേഷ്യാസ് ഓഫ് 1 and 2 and 3. എന്തുകൊണ്ടാ? ഇതിന്റെ ഇൻഡിവിജ്വൽ സെൻട്രോയിഡൽ ആക്സിസ് മീറ്റ് ചെയ്യുന്നില്ല. 2ന്റെ മാത്രമേ ഇതുമായിട്ട് കോയിൻസൈഡ് ചെയ്തു. 3ഉം കോയിൻസൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ 3 സെക്ഷന്റെ ജസ്റ്റ് BD³ അല്ലെങ്കിൽ DB³ എന്നുള്ളത് ആഡ് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. സോ ഇത് സിമെട്രിക് സെക്ഷൻ ആയതുകൊണ്ട് എന്തായാലും നമുക്ക് മറ്റേപാട് ചെയ്യേണ്ട വരില്ല. നമ്മൾ കുറച്ചു മുമ്പ് ഒരു ഐ സെക്ഷൻ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ. ആ ഐ സെക്ഷന്റെ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? ഐ സെക്ഷനെ നമ്മൾ ഒരു റെക്ടാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്തു. സിമെട്രിക് ഐ സെക്ഷനിലെ ഒരു റെക്ടാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്തു. സോ നമുക്കിവിടെ ഒരു വലിയ റെക്ടാങ്കിൾ ഉണ്ട് വിത്ത് 10x20. സോ 10x20 സൈസിലുള്ള ഒരു വലിയ റെക്ടാങ്കിൾ ഉണ്ട്. ഇവിടെ ചെറിയൊരു റെക്ടാങ്കിളും ഉണ്ട്. ആ ചെറിയ റെക്ടാങ്കിൾ സൈസ് എന്താ? 9x17. 9 എനിക്ക് കിട്ടിയത് എങ്ങനെയാ? 10 - 1. 17 എനിക്ക് കിട്ടിയത് എങ്ങനെയാ? 20 - 2 3 1.5. 1.5 + 1.5 3. സോ 20 - 3 17 കിട്ടി. സോ ചാനൽ സെക്ഷനെ ഞാൻ വലിയ റെക്ടാങ്കിളും ചെറിയ റെക്ടാങ്കിളും ആയിട്ട് ചോദിച്ചു. സോ വലിയ റെക്ടാങ്കിൾ 10x2, ചെറിയ റെക്ടാങ്കിൾ 9x17. ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എങ്ങനെ എക്സ് കണ്ടുപിടിക്കുക? ജസ്റ്റ് വലുതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ മൈനസ് ചെറിയ റെക്ടാങ്കിളുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലേ? ഡിഫറൻസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റെക്ടാങ്കിൾസ്. സോ BD³ മൈനസ് BD³. നമ്മൾ ആ ടേബിളിൽ എഴുതിയ ഐ സെക്ഷൻ സിമെട്രിക്കിന്റെ പോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ 10 × 20³ സോ 10 × 20³ മൈനസ് 9 × 17³ 9 × 17³ 10 × 20³ സോ വലിയ റെക്ടാങ്കിളുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ മൈനസ് ചെറിയ റെക്ടാങ്കിളുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എക്സ് ആക്സിസ് കിട്ടി. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് സിമെട്രിക് ആയിട്ടുള്ള ഐ സെക്ഷൻ അല്ലെങ്കിൽ ചാനൽ സെക്ഷൻ മാത്രമാണ്. എല്ലാത്തിനും നിങ്ങൾക്ക് അത് ചെയ്യരുത്. ഇവിടെ നമുക്ക് ആക്സിസ് സിമെട്രിക് ആയിരുന്നെങ്കിലും 3 സെക്ഷന്റെ കൂട്ടി എഴുതാൻ പറ്റാത്തതിന്റെ കാരണം ഇതിന്റെ 3ന്റെയും സെൻട്രോയിഡൽ ആക്സിസ്. സോ ഓരോ സെക്ഷന്റെയും സെൻട്രോയിഡൽ ആക്സിസ് ടോട്ടൽ സെൻട്രോയിഡൽ ആക്സിസ് മീറ്റ് ചെയ്യുമെങ്കിൽ മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ. ഇവിടെ അത് പറ്റത്തില്ല. കാരണം ഈ രണ്ട് ഫ്ലെയിഞ്ചിന്റെ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ എക്സസുമായിട്ട് മീറ്റ് ചെയ്യുന്നില്ല. സോ സെപ്പറേറ്റ് ആണ് ഇരിക്കുന്നത്. സോ ഒന്നെങ്കിൽ നമ്മൾ യൂഷ്വൽ മെത്തേഡ് അനുസരിച്ച് ചെയ്യണം. ഓരോ സെക്ഷൻ എടുക്കുക, എന്നിട്ട് പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ സിമെട്രിക് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? വലിയ റെക്ടാങ്കിൾ സെക്ഷൻ എടുത്തു, ചെറിയ റെക്ടാങ്കിൾ സെക്ഷൻ എടുത്തു, സബ്സ്ട്രാക്ട് ചെയ്തു. ഇനി ഇതിന്റെ വൈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? വൈ ആക്സിസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ സിമെട്രി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓരോ സെക്ഷൻ എടുത്തിട്ട് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കണം. സോ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈ ഈ ഒരു ചാനൽ സെക്ഷന്റെ കണ്ടുപിടിച്ച് നോക്കുക. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. അടുത്തത് ഒരു കോമ്പൗണ്ട് സെക്ഷൻ ആണ്. ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഏരിയ ഷെയ്ഡഡ് as shown in the figure about the edge AB. സോ ഈ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ വ്യത്യാസം ഇതുവരെയുള്ള എല്ലാ കോമ്പൗണ്ട് സെക്ഷൻ ആഡ് ചെയ്ത കോമ്പൗണ്ട് സെക്ഷൻ ആയിരുന്നു. ഇവിടെ ഒരു റെക്ടാങ്കിളിൽ നിന്ന് ഒരു സെമി സർക്കുലർ പോർഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെൻട്രോയിഡ് ചെയ്തപ്പോൾ ചെയ്ത ടൈപ്പ് പ്രോബ്ലം. അതായത് ഇവിടെ നമുക്ക് സെൻട്രോയിഡിന് പകരം മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കും. സോ ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ഉണ്ട്, അതിൽ നിന്നായിരുന്നു ഒരു സെമി സർക്കിൾ എടുത്ത് കളയുന്നു. സോ അതാണ് ഒന്നാമത്തെ വ്യത്യാസം. ഇനി രണ്ടാമത്തെ വ്യത്യാസം എന്താ? ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ എഡ്ജ് AB. AB എന്നുള്ള എഡ്ജിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ സെൻട്രോയിഡൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എല്ലാത്തിനും കണ്ടുപിടിച്ചത്. ഇവിടെ AB എന്നുള്ള എഡ്ജിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ എന്ത് ചെയ്യണ്ട ഈ സെക്ഷന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. സോ ഈ ക്വസ്റ്റിന് പകരം ഇപ്പം
സെൻട്രോയിഡിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുന്നെങ്കിൽ ആദ്യം സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ പോണായിരുന്നു അല്ലേ? സോ ഇവിടെ സെൻട്രോയിഡിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് സെൻട്രോയിഡും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് ഈ എ ബി എന്ന് പറഞ്ഞ എഡ്ജിൽ ഒരു ആക്സിസ് കൺസിഡർ ചെയ്താൽ ആ ആക്സിസിലുള്ള ഈ ടോട്ടൽ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ചെയ്തു നോക്കാം. സോ ഇവിടെ ആദ്യം ഞാൻ ഈ റെക്ടാങ്കിളിലെ ആർ എന്നും സെമി സർക്കിളിലെ സി എന്നും വിളിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ നേരത്തെ അഡീഷൻ ആയിരുന്നല്ലോ അല്ലെ? ഐ സെക്ഷൻ എന്ന് പറഞ്ഞാൽ 2-3 റെക്ടാങ്കിൾ കൂടിയിട്ടുള്ള സെക്ഷനാണ്. ഇവിടെ എന്താ ഉള്ളത്? ഒരു സെക്ഷനിൽ നിന്ന് ഒരു സെക്ഷൻ കുറയ്ക്കുകയാണ് വേണ്ടത്. സോ നമ്മുടെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എ ബി എന്ന് പറഞ്ഞാൽ ഈ റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എ ബി മൈനസ് സെമി സർക്കുലർ പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എ ബി. സോ ഐ ആർ എ ബി എന്ന് വെച്ചാൽ റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എ ബി മൈനസ് സെമി സർക്കുലർ റീജിയനിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എ ബി. ഇത് രണ്ടും ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഐ ആർ എ ബി എന്ന് വെച്ചാൽ എന്താ? റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എ ബി. സോ റെക്ടാങ്കുലർ സെക്ഷന്റെ സെൻട്രോയിഡിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് അറിയാം അല്ലെ? റെക്ടാങ്കുലർ സെക്ഷന്റെ സെൻട്രോയിഡിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ബി ഡി ക്യൂബ് ആയിട്ട് 12 ആണ്. സോ നമുക്ക് വേണ്ടത് ഇവിടെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാം. സോ മൊമെന്റ് ഓഫ് inertia of rectangle about the centroidal axis plus area of rectangle into distance between the centroidal axes അതിന്റെ സ്ക്വയർ. സോ ഐ ആർ എ ബി കിട്ടി. അതുപോലെ ഐ സി എ ബി എങ്ങനെ കിട്ടുക? ഈ സെമി സർക്കുലർ പോർഷന്റെ സെൻട്രോയിഡിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം. അത് വെച്ചിട്ട് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്ത് നമ്മൾ ഇതിന്റെ എ ബിയിലോട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കും. ഇനി എങ്ങനെ ചെയ്യാൻ നോക്കാം. നേരത്തെ പോലെ നമ്മൾ ടേബിൾ വരച്ചു. ആദ്യം റെക്ടാങ്കിൾ എടുത്തു. റെക്ടാങ്കിളിന്റെ ഐ ആർ എ ബി കണ്ടുപിടിക്കണം. സോ അതിന് ആദ്യം ഐ ആർ വേണം, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് റെക്ടാങ്കിൾ അബൌട്ട് ഇറ്റ്സ് സെൻട്രോയിഡൽ ആക്സിസ്. സോ ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് എവിടെയാ? കൃത്യം ഇതിന്റെ സെന്ററിലാണ് അല്ലെ? 25/2. സോ എക്സ് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ 20 × 25 ക്യൂബ് ബൈ 12 അല്ലേ? ബി ഡി ക്യൂബ് ബൈ 12. സോ 20 × 25 ക്യൂബ് ബൈ 12 യു വിൽ ഗെറ്റ് ആൻ ആൻസർ. ഇനി അടുത്തത് വേണ്ട എന്താ? ഏരിയ. ഏരിയ എന്താ? ബി ഇൻറ്റു എച്ച്, 20 × 25. സോ 20 × 25 ആണ് നിങ്ങളുടെ ഏരിയ. അടുത്തത് വേണ്ടത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡൽ ആക്സിസ്. റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡൽ ആക്സിസ് എവിടെയായിരിക്കും? 25ന്റെ കൃത്യം നടുക്ക് അല്ലെ? ഈ പിങ്ക് ലൈൻ കാണുന്നില്ലേ? 25ന്റെ കൃത്യം നടുക്കാണ് ഈ റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡൽ ആക്സിസ്. ആ സെൻട്രോയിഡൽ ആക്സിസും നമ്മുടെ ഏത് സെൻട്രോയിഡൽ ആക്സിസ് ആണോ നമുക്ക് ഫൈനലായിട്ട് വേണ്ടത്, അവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേഷ്യ വേണ്ടത്, ആ ആക്സിസിലോട്ടുള്ള ഡിസ്റ്റൻസ്. സോ ഈ പിങ്ക് ലൈനും ഈ ബ്ലാക്ക് ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ ഇത് 25ന്റെ പകുതിയാണ് അല്ലെ? സോ ബേസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് തന്നെയല്ലേ വേണ്ടേ? സോ 25ന്റെ പകുതി 12.5. സോ ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 12.5 ആണ്. സോ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത എച്ച് സ്ക്വയർ കിട്ടും. സോ ഐ പ്ലസ് എച്ച് സ്ക്വയർ. സോ ഐ പ്ലസ് എച്ച് സ്ക്വയർ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 104.16. സോ ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ സെക്ഷന്റെ എ ബി എന്ന് പറയുന്ന ആക്സിസിലേക്കുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. നമുക്ക് അടുത്ത സെമി സർക്കിളിന്റെ ഇതുപോലെ കണ്ടുപിടിക്കണം. സെമി സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യക്ക് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടില്ല, പക്ഷെ സർക്കിളിന്റെ പഠിച്ചിട്ടുണ്ട് അല്ലെ? സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ കൃത്യം ഹാഫ് ആണ് സെമി സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ ഐ സി എന്ന് പറഞ്ഞ സെൻട്രോയിഡൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് സെമി സർക്കിൾ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സർക്കിൾ. സോ ഇത് 10 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള 10 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആണെങ്കിൽ, ഇപ്പൊ ഒരു സെമി സർക്കിൾ അല്ലേ? സോ 10 സെന്റിമീറ്റർ റേഡിയസ് എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ ആയിരുന്നെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം. ആ ടേബിളിലുണ്ട് പൈ ഡി റേസ് ടു 4/64. സോ അതിന്റെ നേർ പകുതിയായിരിക്കും ഒരു സെമി സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഹാഫ് ആണ് സെമി സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എത്രയാണ്? പൈ ഡി റേസ് ടു 4/64. പൈ ഡി റേസ് ടു 4/64 ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് സർക്കിൾ. അതിന്റെ പകുതി എന്ന് വെച്ചാൽ പൈ ഡി റേസ് ടു 4/128. സോ പൈ ഡി റേസ് ടു 4/128 ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് സെമി സർക്കിൾ എന്ന് പറയുന്നത്. സോ ഐ കിട്ടി അല്ലെ? പൈ ഡി റേസ് ടു 4/128. ഡി എന്ന് വെച്ചാൽ 20. സോ 10 റേഡിയസ്, ഡയമീറ്റർ 20. സോ പൈ ഇൻറ്റു 20 റേസ് ടു 4/128. നിങ്ങൾക്ക് ഐ കിട്ടി. ഏരിയ എന്ന് വെച്ചാൽ സെമി സർക്കിളിന്റെ ഏരിയ എന്താ? പൈ ആർ സ്ക്വയർ ബൈ 2. സോ പൈ ഇൻറ്റു 10 സ്ക്വയർ ബൈ 2. പൈ ഇൻറ്റു 10 സ്ക്വയർ ബൈ 2 കിട്ടി.
നെക്സ്റ്റ് എച്ച് വേണം അല്ലേ. സോ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഈ സെമി സർക്കിളിന്റെ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് നമ്മുടെ എ ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ്. സെമി സർക്കിളിന്റെ സെൻട്രോയിഡൽ ആക്സിസ് ഇതല്ലേ, അതിന്റെ ഡിസ്റ്റൻസ് എത്രയാ, നമ്മൾ ഫസ്റ്റ് സെൻട്രോയിഡ് ക്ലാസ്സിലെ ടേബിളിൽ പഠിച്ചിട്ടില്ലേ. സെമി സർക്കിളിന്റെ ബേസിൽ നിന്ന് 4r/3π ഡിസ്റ്റൻസിലാണ് അല്ലേ. സെമി സർക്കിളിന്റെ റേഡിയസിൽ നിന്ന് 4r/3π ഡിസ്റ്റൻസിലുള്ള പിങ്ക് ലൈൻ, ഇതാണ് ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസ്. അതും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ 25 മൈനസ് ഈ ഡിസ്റ്റൻസ് 4r/3π. 25 മൈനസ് 4 ടൈംസ് റേഡിയസ് ബൈ 3π. നിങ്ങൾക്ക് 20.76 എന്ന് കിട്ടുന്നു. എയും കിട്ടി, എച്ചും കിട്ടി. സോ യു ഗോട്ട് AH². നൗ I പ്ലസ് AH². സോ ഞാനിവിടെ നെഗറ്റീവ് എഴുതാൻ കാരണം നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവ് വാല്യൂ വേണ്ട. കാരണം IRAB മൈനസ് ICAB ആണ് വേണ്ടത്. അതുകൊണ്ടാണ് നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്തത്. ഡോണ്ട് കൺഫ്യൂസ്. സോ നമ്മുടെ ടോട്ടൽ I എന്ന് പറയുന്നത് ഇതിന്റെ algebraic sum. സോ IAB is equal to moment of inertia of the rectangle about AB minus moment of inertia of the semicircle about AB. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാ, 32,541.71 cm/4. ഇതാണ് നമ്മുടെ ആൻസർ. സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ സബ്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്തത്. സെൻട്രോയിഡൽ ആക്സിസിന് പകരം AB എന്ന് പറയുന്ന ആക്സിസിലായിട്ടാണ് എടുത്തത്. ഇനി ഇതിന് പകരം സെൻട്രോയിഡൽ ആക്സിസിലോട്ട് എടുക്കാൻ പറഞ്ഞതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ടോട്ടൽ സെക്ഷന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. ഇങ്ങനെ A1 Y1 മൈനസ് A2 Y2 ബൈ A1 പ്ലസ് A1 മൈനസ് A2 എന്ന് നമ്മൾ ആദ്യം ചെയ്തതുപോലെ കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ കണ്ടുപിടിച്ചാൽ മതിയാവും. നിങ്ങൾ തൽക്കാലം നമ്മൾ ഡിസ്കഷൻ ഓഫ് മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ പ്രോബ്ലംസ് ഈ മെത്തേഡിലുള്ള നിർത്തണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ടൈപ്പ് ഓഫ് മൊമെന്റ് ഓഫ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ, റേഡിയസ് ഓഫ് ഗൈറേഷൻ, ഇങ്ങനെയുള്ള ടൈപ്സ് ആയിരിക്കും പഠിക്കുക. സോ നിങ്ങൾ മാക്സിമം പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ റെഫർ ചെയ്ത് ചെയ്യുക. ഇതിനുശേഷം നമുക്ക് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ കഴിഞ്ഞിട്ട് ഒരു അസൈൻമെന്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ക്ലിയർ ആവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ ബൈ, താങ്ക് യു.